ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ആർക്കും കണ്ടിട്ടില്ലെങ്കിലും വളരെ പരിചിതമായ ഒരു ജീവിയാണ് അമീബ. ഒട്ടും കയ്യൊതുക്കം വേണ്ടാതെ വരച്ചെടുക്കാനാകുന്ന ഒരു ബുൾസൈ ആകൃതിയിലുള്ള രൂപരേഖ ആർക്കും ഓർമ്മയുണ്ടാകും. കോഴിക്കോട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അപൂർവ മസ്തിഷ്ക ജ്വരത്തിന് കാരണം ഈ അമീബകളാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? വിശദമായി നോക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു മസ്തിഷ്കത്തിൽ പരാതജീവിയായി അമീബ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. നെഗ്ലേറിയ ഫൗലേരി എന്ന ഇനം ഒരു ജലജീവിയാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. 97% മുകളിൽ മരണനിരക്കാണ് ഈ ഒരു രോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിമാരകമായൊരു രോഗമാണ്. നെഗ്ലേറിയ ഫൗലേരി എന്ന അമീബയെ കുറിച്ച് അറിയാം. സാധാരണ അമീബകളെ പോലെ ഒറ്റ ന്യൂക്ലിയസും അതിനെ പൊതിഞ്ഞ ഒറ്റ കോശവുമുള്ള ജീവി. മനുഷ്യരിൽ കിടന്ന് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നതിനാൽ തലച്ചോറ് തീനി അമീബ എന്ന പേരും ഇവയ്ക്കുണ്ട്. നേർത്ത ചൂടുള്ള ജലത്തിലാണ് ഇവ വസിക്കുന്നത്. 10 ഡിഗ്രിയിൽ താഴെ തണുത്ത വെള്ളത്തിൽ നിഷ്ക്രിയമാകും. 42 ഡിഗ്രി ചൂടെത്തിയാൽ അതിവേഗത്തിൽ ജൈവ പ്രവർത്തനങ്ങൾ നടക്കും. പുഴ പോലെയുള്ള ശുദ്ധജലാശയത്തിൽ കുളിക്കുമ്പോഴോ മുങ്ങുമ്പോഴോ ആണ് മനുഷ്യ ശരീരത്തിൽ കടക്കുന്നത്. മൂക്ക് മുങ്ങിയാൽ മൂക്ക് വഴി ഉള്ളിലേക്ക് കടക്കും. പിന്നാലെ ഗന്ധവാഹികളായ നാഡികൾ വഴി തലച്ചോറിലെത്തും. മുങ്ങിക്കുളിക്കണമെന്ന് തന്നെയില്ല ഈ അമീബകൾ നമ്മുടെ ഉള്ളിലെത്താൻ. മൂക്കിലേക്ക് വെള്ളം എത്തുന്ന ഏത് സാഹചര്യത്തിലും സംഭവിക്കാം. അമീബ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ 1 ദിവസം മുതൽ 12 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. തലവേദന, പനി, മനം പുരട്ടൽ, ഛർദി തുടങ്ങിയവയാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. ഇവ മൂർച്ഛിക്കുന്നതോടെ കഴുത്ത് അനക്കാനാകാത്ത അവസ്ഥ, ചിന്താക്കുഴപ്പം, ശ്രദ്ധ തെറ്റൽ, അപസ്മാരം, മായക്കാഴ്ച, കോമ എന്നിവയും വന്നേക്കാം. ഇനി എന്തൊക്കെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ചികിത്സ എന്ന് നോക്കാം. രോഗം വഷളായാൽ ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നതാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രത്യേകത. രോഗം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും വളരെ പ്രതിസന്ധിയാണ്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം എന്ന് വെച്ചാൽ, ജലാശയങ്ങളിലെ കുളിയിൽ മൂക്ക് മുങ്ങാതെ നമ്മൾ സൂക്ഷിക്കുക. 10 ഡിഗ്രിയിൽ താഴെ തണുപ്പുള്ള വെള്ളമല്ലെങ്കിൽ തല മുക്കാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. പ്രതിരോധശേഷി ഉറപ്പാക്കുന്ന രീതിയിൽ ഭക്ഷണവും ജീവിത രീതിയും ക്രമീകരിക്കുക.